إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى ജീവിതത്തിൻ്റെ എല്ലായിടങ്ങളിലും തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും വിജയികളായ അവൻ്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകളും തെറ്റുകുറ്റങ്ങളും അവൻ പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിവിധ ആളുകളുണ്ട്. അവർക്കൊക്കെയും സൗഖ്യവും ക്ഷേമവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മരണാനന്തര ജീവിതം അവൻ അനുഗ്രഹീതമാക്കി മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഒരു വേനൽക്കാല അവധിയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റിതര സമയങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ മക്കളോടും പേരമക്കളോടൊക്കെ ഏറ്റവും കൂടുതൽ നാം സമയം ചെലവഴിക്കുന്നത് ഇത്തരം വെക്കേഷൻ സമയങ്ങളിലാണ്, അവധികാലങ്ങളിലാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മുടെ മക്കളോടുള്ള ചില ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച ചില ആലോചനകൾ, അവരോട് നമുക്കുള്ള കടമകളെ സംബന്ധിച്ച ചില വിചാരങ്ങൾ തീർച്ചയായും അടിയന്തരമായി തന്നെ ഈ ഒരു ഘട്ടത്തിൽ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്, ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, പരസ്പരം ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നാം പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ കാര്യമായ പരിഗണന നൽകാത്ത ഒരു വിഷയമാണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളത്. മാതാപിതാക്കളോടുള്ള കടമകളെ സംബന്ധിച്ച് നമ്മൾ വാചാലരാകാറുണ്ട്. പലപ്പോഴും പലയിടങ്ങളിലായി നാം അതേപ്പറ്റി കേൾക്കാറുണ്ട്. എന്നാൽ അതിന്റെ പ്രായോഗിക തലത്തിൽ അത് എത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ പ്രതിഫലനം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ താത്വികമായി അതിന് വലിയൊരു പ്രാധാന്യതയും സ്വീകാര്യതയും പരിഗണനയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ മാതാപിതാക്കളോടുള്ള കടമകൾ എന്ന വിഷയത്തിൽ ലഭിക്കാറുണ്ട്. എന്നാൽ
മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകളെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും മാതാപിതാക്കളോടുള്ള കടമകളെ പറ്റി കേൾക്കാൻ ഇടവന്ന ഒരാൾക്ക് ഒരു പ്രാവശ്യം പോലും മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകളെ കുറിച്ച് കേൾക്കാൻ ഇടവന്നിട്ടുണ്ടാകണമെന്നില്ല. ആ അർത്ഥത്തിലാണ് ആ വിഷയത്തെ നമ്മൾ പലപ്പോഴും സമീപിച്ചിട്ടുള്ളത്. മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളത് അവർക്ക് വെള്ളവും ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും നൽകുക, അങ്ങനെ അവരുടെ ബാഹ്യമായ ഭൗതികമായ ശാരീരികമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി നൽകുക എന്നത് മാത്രമാണെന്ന വലിയൊരു തെറ്റിദ്ധാരണ നമുക്കിടയിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. സത്യത്തിൽ മക്കളോടുള്ള നമ്മുടെ ഉത്തരവാദിത്ത ബോധം നമ്മുടെ കുട്ടികളുടെ ജനനത്തിനും എത്രയോ മുന്നേ തന്നെ നമ്മളിൽ ഉടലെടുക്കേണ്ടതായിട്ടുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ വിവാഹാലോചനകളുടെ ഘട്ടത്തിൽ തന്നെയും പിറവിയെടുക്കേണ്ട ഒന്നാണ് സന്താനങ്ങളെ കുറിച്ച നമ്മുടെ ആലോചനകൾ. ഒരാൾ ഒരു വധുവിനെ സ്വീകരിക്കുമ്പോൾ സഹധർമ്മിണിയായി, പങ്കാളിയായി, ഭാര്യയായി ഒരാളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭാവിയിൽ തനിക്ക് ലഭിക്കാനിരിക്കുന്ന മക്കളുടെ ഒരു ഉമ്മയെ കൂടിയാണ് അവിടെ സ്വീകരിക്കുന്നത്. ഒരു പുരുഷനെ ഭർത്താവായിക്കൊണ്ട് തന്റെ ജീവിതത്തിൽ ഇടം നൽകുമ്പോൾ ഭാവിയിൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് ലഭിക്കാനിരിക്കുന്ന മക്കളുടെ ഒരു പിതാവിനെയാണ് ഞാൻ തീരുമാനിക്കുന്നതെന്ന ബോധവും ബോധ്യവും കാര്യഗൗരവവും നമ്മുടെ യുവതികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മകൾക്കൊരു ഭർത്താവിനെ അന്വേഷിക്കുമ്പോൾ തന്റെ മകൾക്കൊരു ഭർത്താവ് എന്നതിനപ്പുറത്തേക്ക് ഇനി തനിക്ക് വരാനിരിക്കുന്ന തന്റെ പിന്മുറക്കാരുടെ, തന്റെ പേരക്കിടാങ്ങളുടെ, കുട്ടികളുടെ ഒരു പിതാവിനെ കൂടിയാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്ന ഒരു ആലോചന ആ പിതാവിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു പിതാവ് തന്റെ കുട്ടിയെ കൂട്ടി വരികയാണ്. ആ കുട്ടിക്ക് മാതാപിതാക്കളോടുള്ള കടമകളെ സംബന്ധിച്ച ബോധ്യമില്ല എന്നതായിരുന്നു ആ പിതാവിന്റെ പരാതി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ വിളിച്ച് കുറച്ച് ഉപദേശിച്ച് വിടാൻ നോക്കിയ സന്ദർഭത്തിൽ ആ കുട്ടി തിരിച്ചു ഉമറിനോട് ചോദിച്ചു, ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, എനിക്ക് അങ്ങോട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്റെ പിതാവിന് എന്നോട് വല്ല കടമകളുണ്ടോ? അതല്ല, പിതാവിനോട് മാത്രമാണ് എനിക്ക് കടമകളുള്ളത്, എനിക്ക് പിതാവിൽ നിന്ന് വല്ല കടമയും എനിക്ക് ലഭിക്കാനുണ്ടോ? പിതാവിന് എന്റെ വിഷയത്തിൽ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് പറഞ്ഞു, ബല, തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ ഉമർ റളിയല്ലാഹു അൻഹു എണ്ണിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉമ്മൻ സാലിഹ, നിനക്ക് വേണ്ടി സാലിഹത്തായ ഒരു നല്ല ഒരു ഉമ്മയെ തെരഞ്ഞെടുക്കുക എന്നതായിരുന്നു നിന്റെ പിതാവിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഉത്തരവാദിത്തം, കടമ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് ഉപദേശിക്കുന്നുണ്ട്, കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിവാഹത്തിന് മുന്നേ തന്നെ സന്താനങ്ങളെ പറ്റിയുള്ള, തലമുറകളെ കുറിച്ചുള്ള ആലോചനകൾ നമ്മളിൽ തുടങ്ങണം. നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. കുഞ്ഞ് ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ ആ കുഞ്ഞിലൂടെ ഈ ലോകത്ത് സാധ്യമാകണം, പുലരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകളെ കുറിച്ച് നമ്മൾ സ്വപ്നം കണ്ടു തുടങ്ങേണ്ടതുണ്ട്. നമുക്കൊക്കെ പരിചയമുള്ള മഹദിയാണ് മറിയം അലൈഹിസ്സലാം. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ പരിചയമുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് മറിയം അലൈഹിസ്സലാം. പവിത്രതയുടെയും പരിശുദ്ധതയുടെയും ഒക്കെ പ്രതീകമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന മഹാവ്യക്തിത്വമാണ് മറിയം. എന്നാൽ ആ മറിയം അലൈഹിസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് മറിയമിൽ നിന്നല്ല, ആ മറിയമിന്റെ മാതാവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം ആരംഭിക്കുന്നത് മറിയമിൽ നിന്നാണെങ്കിൽ മറിയം അലൈഹിസ്സലാമിയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരാൻ ആരംഭിക്കുന്നത് മറിയമിന്റെ മാതാവിൽ നിന്നാണ്. അഥവാ ഇമ്രാനിന്റെ ഭാര്യ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച മറിയമിന്റെ മാതാവിൽ നിന്നാണ് മറിയമിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാന അലൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ആദമിനെയും നൂഹിനെയും ഇബ്രാഹിമിന്റെ കുടുംബത്തെയും ഇമ്രാന്റെ കുടുംബത്തെയും ലോകത്തിൽ ലോകരിൽ വെച്ച് ഉത്കൃഷ്ടരായി സ്വീകരിച്ചിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു. ആദം നബിയെ നമുക്ക് പരിചയമുണ്ട്. മനുഷ്യരുടെ പിതാവാണ് അദ്ദേഹം, ആദ്യ പിതാവാണ് അദ്ദേഹം, ആദ്യ മനുഷ്യനാണ് അദ്ദേഹം.
നൂഹ് നബിയെ നമുക്ക് പരിചയമുണ്ട്. ഈ ലോകത്ത്, ഈ ഭൂലോകത്ത് ഏറ്റവും ദൈർഘ്യമേറിയ കാലം അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രബോധനം നടത്തിയ വലിയ പ്രവാചകനാണ്. രണ്ടാമത്തെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ നമുക്കറിയാം. സാറയും ഹാജറയും ഇസ്മായിലും ഇസ്ഹാഖും ഉൾക്കൊള്ളുന്ന ആ അനുഗ്രഹീതമായ കുടുംബത്തെ നമുക്ക് പരിചയമുണ്ട്. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ എണ്ണിയ ഇമ്രാന്റെ കുടുംബം ആരാണ് ഇമ്രാന്റെ കുടുംബം? സത്യത്തിൽ സൂറ ആൽ ഇമ്രാനിൽ ഈ ആയത്തിനെ തുടർന്ന് അള്ളാഹു വിശദീകരിക്കുന്നത് നൂഹ് നബിയെ പറ്റി, ആദം നബിയെ പറ്റിയ ഇബ്രാഹിം നബിയെ കുടുംബത്തെ കുറിച്ചോ അല്ല. ഏറ്റവും ആദ്യമായി വിശുദ്ധ ഖുർആൻ വിശദീകരിക്കാൻ തുടങ്ങുന്നത് ഈ ഇമ്രാന്റെ കുടുംബത്തെ കുറിച്ചാണ്. ആരാണ് ഇമ്രാന്റെ കുടുംബം? ആ ഇമ്രാന്റെ കുടുംബത്തിലെ ഏറ്റവും മുഖ്യ കഥാപാത്രം ഇമ്രാനിന്റെ ഭാര്യ തന്നെയാണ്. ആരാണ് ഇമ്രാന്റെ ഭാര്യ? ഇമ്രാന്റെ ഭാര്യയ്ക്ക് ഇത്രമാത്രം സ്ഥാനം ലഭിക്കാൻ, ഇത്ര വലിയ മഹത്വവും ഈ അർത്ഥത്തിലുള്ള പരിഗണനയും ലഭിക്കാൻ എന്താണ് അവർ ചെയ്തു വെച്ചത്? إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا. ഇമ്രാനിന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം, ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങൾക്കൊടുവിൽ അവർ ഗർഭം ധരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇമ്രാന്റെ ഭാര്യ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, അള്ളാഹുവിന് ഒരു വാക്ക് കൊടുക്കുകയാണ്, അള്ളാഹുവിന്റെ മുന്നിൽ ഒരു നേർച്ച നേരുകയാണ്. ഇന്നി നസർതു ലക മാ ഫീ ബത്നി മുഹറർ. അള്ളാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ എന്റെ വയറ്റിൽ കിടക്കുന്ന ഈ സന്താനത്തെ ഇതാ സമർപ്പിച്ചിരിക്കുന്നു, നേർച്ച നേർന്നിരിക്കുന്നു. നിനക്ക് വേണ്ടി ഈ കുഞ്ഞിനെ സമർപ്പിക്കാൻ ഞാനിതാ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ആ ഉമ്മ നൽകുകയാണ്. അതുകൊണ്ട് തഖബ്ബൽ മിന്നി ഫതഖബ്ബൽ മിന്നി, എന്നിൽ നീ അതൊന്ന് സ്വീകരിക്കണം. മറിയം എന്ന ആ മഹാവ്യക്തിത്വത്തിന്റെ, ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിൽ മറിയമിന്റെ മാതാവ് എന്ന നിലക്ക് ആ ഉമ്മ വഹിച്ച ഏക പങ്കായിട്ട് വിശുദ്ധ ഖുർആൻ എണ്ണിയിട്ടുള്ളത് ഈ ഒരു പ്രവൃത്തി മാത്രമാണ്. അങ്ങനെ അള്ളാഹു ആ പ്രാർത്ഥനയെ സ്വീകരിക്കുകയാണ്. فَتَقَبَّلَهَا رَبُّهَا بِقَبُولٍ حَسَنٍ وَأَنبَتَهَا نَبَاتًا حَسَنًا. അള്ളാഹു പറയാണ്, ഞാനതാ ആ മറിയമിനെ അതുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു. മറിയമിന് ആ സ്വീകാര്യതയും കബൂലിയത്തും ഞാൻ നൽകി. എന്താണ് കാരണം? തഖബ്ബൽ മിന്നി, എന്നിൽ നിന്ന് ഈ കുഞ്ഞിനെ സ്വീകരിക്കണമെന്ന മറിയമിന്റെ മാതാവിന്റെ ആ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ മറിയമായി അള്ളാഹു സ്വീകരിക്കുന്നത്. വഅംബതഹാ നബാതൻ ഹസന, ഏറ്റവും നല്ലൊരു സന്താനമായിട്ട് അള്ളാഹു ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാണ്. അതുപോരാഞ്ഞിട്ട് വകഫലഹാ സക്കരിയ, അന്നത്തെ ഏറ്റവും വലിയ മഹാനായിരുന്ന പരിശുദ്ധനായിരുന്ന പ്രവാചകനായിരുന്ന സക്കരിയ അലൈഹിസ്സലാമിന്റെ ശിക്ഷണം ആ കുട്ടിക്ക് അള്ളാഹു നൽകുകയാണ്. എന്തായിരുന്നു ഇതിനൊക്കെ കാരണം? ഈ ഒരു പരിരക്ഷയും പരിഗണനയും മറിയമിന് ലഭിക്കാനുണ്ടായ ഏക കാരണം ആ ഉമ്മയുടെ, ആ മാതാവിന്റെ നിഷ്കളങ്കമായ ദുആ ആയിരുന്നു, നിഷ്കളങ്കമായ പ്രാർത്ഥനയായിരുന്നു, ആത്മാർത്ഥമായ ആഗ്രഹമായിരുന്നു. ഈസാ നബിയുടെ മാതാവാക്കിക്കൊണ്ട് മറിയമിനെ അള്ളാഹു ആദരിക്കുന്നതും അനുഗ്രഹിക്കുന്നതും യഥാർത്ഥത്തിൽ ഈ ഉമ്മയുടെ ആഗ്രഹം കൂടിയാണ്. ഈ ഉമ്മയുടെ ആഗ്രഹത്തെ നിറവേറ്റുകയായിരുന്നു ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, മാതാപിതാക്കൾക്ക് മക്കളെ സംബന്ധിച്ചുള്ള സ്വപ്നം അത് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ പരിഗണനീയമായ ഒരു കാര്യമാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന എന്നുള്ളത്, മാതാപിതാക്കൾ മക്കളുടെ വിഷയത്തിൽ ചെയ്യുന്ന നിയത്തുകൾ എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ രൂപത്തിൽ അള്ളാഹു പരിഗണിക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ് ഈ ഒരു സംഭവത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു നൽകിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ മുന്നിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, അവരെ നന്മയിൽ നാം കൂടെ ചേർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രാർത്ഥനയിൽ ചുരുക്കരുത്. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രമാണ്. ഇബ്രാഹിം നബി കഅബ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മായിൽ, ആ ഒരു രംഗം ഖുർആൻ വിശദീകരിക്കുമ്പോൾ ഇബ്രാഹിം നബിയെ മാത്രമല്ല നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുക, ഇസ്മായിൽ നബിയും ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ആ ദൗത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇസ്മായിൽ നബിയെ കൂടി ചേർത്ത് നിർത്തുന്നുണ്ട്. അതായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പനയും അങ്ങനെ തന്നെയായിരുന്നു. ആ പിതാവും മകനും ചേർന്നുകൊണ്ടായിരിക്കണം ഈ ലോകത്ത് അള്ളാഹുവിന്റെ ആ ഉത്തരവാദിത്വവും ദൗത്യവും പൂർത്തീകരിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ തീരുമാനമായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകനെ തന്നിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവേ, എന്നിൽ നിന്ന് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരിൽ നിന്നും ഇത് നീ സ്വീകരിക്കണമേ. ആ ഒരു അംഗീകാരം ഇബ്രാഹിം നബി മകന് കൂടി നൽകുകയാണ് അവിടെ. റബ്ബന വജഅൽനാ മുസ്ലിമീന ലക്, ഞങ്ങൾ ഇരുവരെയും നീ മുസ്ലിമീങ്ങളാക്കി മാറ്റണമേ. വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഞങ്ങളെ മാത്രമല്ല ഞങ്ങളിലൂടെ ഇനി പിറക്കാനിരിക്കുന്ന വരും തലമുറകളിൽ ഒരു ഉമ്മത്തൻ മുസ്ലിം ഉമ്മത്തിനെ നീ കൊണ്ടുവരണമേ. ആ ഒരു പിഞ്ചു കുഞ്ഞിന്റെ മനസ്സിലേക്ക് വലിയൊരു കാഴ്ചപ്പാട്, വലിയ ദീർഘദൃഷ്ടി, വലിയ വരും തലമുറകളെ സംബന്ധിച്ച സങ്കല്പങ്ങള് പ്രാർത്ഥനയുടെ രൂപത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം സന്നിവേശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രൂപത്തിൽ നന്മകളിൽ നമ്മുടെ കുട്ടികളെ, പ്രാർത്ഥനയിലാകട്ടെ ഏത് ഇബാദത്തുകളിലാകട്ടെ, നമ്മുടെ മക്കളെ കൂടെ ചേർക്കേണ്ടതുണ്ട്. അതിന് പലപ്പോഴും നമുക്ക് വലിയൊരു തടസ്സമായിട്ട് തോന്നാറുള്ളത് ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്.
പ്രായം വ്യത്യാസം. അവരെത്ര ഏത് പ്രായത്തിലാണുള്ളത്, നമ്മൾ ഏത് പ്രായത്തിലാണുള്ളത്, അവരേത് കാലത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനെ കൂടി ഖുർആൻ ഖണ്ഡിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഈ ബന്ധത്തിലൂടെ. അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. അല്ലാഹു ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. ഇസ്മാഈലിനെയും ഇസ്ഹാഖിനെയും എന്റെ വാർദ്ധക്യത്തിൽ എനിക്ക് സമ്മാനിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അപ്പോ വാർദ്ധക്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്മായിൽ നബി ജനിക്കുന്നത് തന്നെ. അപ്പൊ ആ ഒരു ഇസ്മായിൽ നബിയെ തന്റെ നന്മകളിൽ, തന്റെ ചിന്തകളിൽ, തന്റെ കാഴ്ചപ്പാടുകളിൽ ചേർത്ത് നിർത്താൻ ഇബ്രാഹിം നബിക്ക് തടസ്സമായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് പ്രായവ്യത്യാസം നമുക്കൊരു തടസ്സമാവരുത് അവരെ നന്മകളിൽ കൂടെ ചേർക്കുന്നതിൽ. അപ്പോഴാണ് നന്മകളിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന, നമ്മെ പിൻപറ്റുന്ന, അള്ളാഹു സൂറത്ത് തൂറിൽ പറഞ്ഞല്ലോ, വല്ലദീന ആമനു വത്തബഅത്ഹും ദുർരിയത്തുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം. ചില വിശ്വാസികളെ അള്ളാഹു സൂറത്ത് തൂറിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അവർ വിശ്വസിച്ചു, അവരെ അള്ളാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. അവരെ മാത്രമല്ല, വത്തബഅത്ഹും ദുർരിയത്തുഹും ബിഈമാനിൻ, ഈമാനിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ, നന്മയുടെ വിഷയത്തിൽ അവരെ പിൻപറ്റിയ അവരുടെ മക്കളെയും അള്ളാഹു അൽഹഖ്നാ ബിഹിം ദുർരിയത്തുഹും അവരുടെ കൂടെ ചേർക്കുമെന്നാണ്. അപ്പൊ അവരെ പിൻപറ്റണമെന്നുണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ നന്മകൾക്ക് നാം ഒരു മാതൃകയായി അവരുടെ മുന്നിൽ ഉണ്ടാകണം. അപ്പോഴാണ് അവർ നമ്മളെ പിൻപറ്റുക. ആ രൂപത്തിൽ നമ്മൾ മാതൃകയായി മാറുകയും നന്മകളിൽ നമ്മൾ അവരെ കൂടെ ചേർക്കുകയും ചെയ്യുക എന്നുള്ളത് അവരോടുള്ള നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ സദഖകൾ നൽകുമ്പോൾ, നമ്മൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുമ്പോൾ, നമ്മൾ സന്നദ്ധ ഏത് സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മളൊരു വഴിക്ക് മക്കളൊരു വഴിക്ക് എന്നുള്ളതല്ല, അതിലൊക്കെ മക്കളെ കൂടെ ചേർക്കുക. നമ്മൾ സദഖകൾ കൊടുക്കുന്നത് മക്കൾ കാണണം, നമ്മൾ കുടുംബ ബന്ധം ചേർക്കുന്നത് മക്കൾ അനുഭവിക്കണം, നമ്മൾ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മക്കൾ കാണണം, നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നമ്മുടെ മക്കൾ കണ്ട് പരിചയിക്കണം. ഈ രൂപത്തിലായിരിക്കണം മക്കളെ നമ്മൾ നന്മയിലേക്ക് നയിക്കേണ്ടത്. അവരോട് പക്വമായ രൂപത്തിൽ നമ്മൾ ഇടപഴകണം. അവരുടെ കുട്ടിത്വത്തെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവരെന്നും കുട്ടികളാക്കി വെക്കാതെ, അവരോടൊന്നും കുട്ടിക്കളി മാത്രമാക്കാതെ, അവരോട് നമ്മൾ വളരെ പക്വമായ മറ്റു മനുഷ്യരോട് ഇടപഴകുന്നത് പോലെ തന്നെ, മുതിർന്നവരോട് ഇടപഴകുന്നത് പോലെ അവരോട് നമ്മൾ ഇടപഴകാൻ തുടങ്ങണം. അപ്പോഴാണ് അവർ പക്വതയുള്ള ആളുകളായിട്ട് മാറുക. ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറ. നമുക്കൊക്കെ പരിചയമുള്ള ഒരു ആയത്താണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട് അള്ളാഹു അദ്ദേഹത്തോട് ഒരു കാര്യം കൽപ്പിക്കുകയാണ്. അപ്പൊ ഖലീലുള്ളയായ പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു കൽപ്പനയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തന്റെ മകനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകണം എന്നൊരു കൽപ്പന വന്നപ്പോ അത് അതേപടി അനുസരിക്കുന്നതിന് പകരം ഇബ്രാഹിം നബി നേരെ ചെല്ലുന്നത് ഇസ്മായിൽ നബിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയാണ്, പൊന്നുമോനെ, യാ ബുനൈ, ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്നുണ്ട്, ഈ രൂപത്തിൽ സ്വപ്നത്തിൽ അള്ളാഹു എന്നോട് ഈ ഒരു കാര്യം കൽപ്പിക്കുന്നുണ്ട്, ഫൻദുർ മാദാ തറ, എന്താണ് നിന്റെ അഭിപ്രായം? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ മകനോട് അഭിപ്രായം ആരായുകയാണ്. ഏത് വിഷയത്തിൽ? അള്ളാഹുവിന്റെ കൽപ്പനയുടെ വിഷയത്തിൽ പോലും തന്റെ മകനോട് അഭിപ്രായം ആരായുന്ന ഇബ്രാഹിം നബിയെ നമ്മൾ കാണുമ്പോഴാണ്. അതല്ലാത്ത മറ്റു വിഷയങ്ങളിൽ എത്രമാത്രം നമ്മൾ അവരോട് അഭിപ്രായം ചോദിക്കേണ്ടതുണ്ട്, നമ്മുടെ കുടുംബയോഗങ്ങളിൽ എത്രമാത്രം സ്ഥാനം അവർക്ക് നമ്മൾ നൽകേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവരുടെ വിഷയത്തിൽ പോലും പലപ്പോഴും നമ്മൾ ഇന്ന് അവരുടെ അഭിപ്രായം ചോദിക്കാറില്ല. അവർ മക്കളെ ഒരു സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ അതെന്റെ ഇഷ്ടമാണ്, അവരിഷ്ടമുള്ള സ്കൂളിലേക്ക് ഞാൻ ചേർത്തോളൂ, പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് അതേപറ്റി ഒന്ന് വെറുതെ അവരുടെ അഭിപ്രായം ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോ ഇസ്മായിൽ നബി അലൈഹി സ്വലാം എന്തായിരുന്നു മറുപടി പറഞ്ഞത്? യാ അബതി ഇഫ്അൽ മാ തുഅ്മർ, എന്റെ പ്രിയങ്കരനായ പിതാവേ, താങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ താങ്കൾ അനുഷ്ഠിക്കുക. യാ അബത്ത് എന്ന പ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചത്. അബത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹവും ആദരവും ഉൾച്ചേർന്നുകൊണ്ടുള്ള ഒരു പദമാണത്. സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് പിതാവിനെ വിളിക്കുമ്പോഴാണ് അബത്ത് എന്ന് വിളിക്കുക അറബിയിൽ. ഈ ഒരു സംസ്കാരം യഥാർത്ഥത്തിൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമക്ക് എവിടുന്ന് ലഭിച്ചു എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പിന്നിലേക്ക് പോകണം ചരിത്രത്തിന്റെ. ഇബ്രാഹിം നബിയുടെ കൗമാരപ്രായത്തിലേക്ക്, പ്രവാചകത്വത്തിന് അദ്ദേഹത്തിന് ആദ്യ കാലഘട്ടത്തിലേക്ക്, സൂറത്ത് മറിയമിന്റെ വരികളിലേക്ക് നമ്മൾ പോകണം. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ പിതാവിനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ പോകുന്ന ഒരു രംഗം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഇസ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅ്ബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. അദ്ദേഹം ശത്രുപക്ഷത്തിന്റെ നേതാവായിരുന്ന, പ്രമുഖനായിരുന്ന തന്റെ പിതാവിനെ അഭിസംബോധന ചെയ്ത് യാ അബത്ത് എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു. അതൊരു പ്രാവശ്യമല്ല, 4 പ്രാവശ്യമാണ് അള്ളാഹു ആവർത്തിക്കുന്നത്. യാ അബതി ലിമ തഅ്ബുദു, യാ അബതി, യാ അബതി ലാ തഅ്ബുദി ശൈത്താൻ, യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ. പ്രിയപ്പെട്ട പിതാവേ, താങ്കൾക്ക് വല്ല ശിക്ഷയും വന്നേക്കുമെന്ന് ഞാൻ ഭയക്കുന്നു. പ്രിയങ്കരനായ പിതാവേ, താങ്കൾ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കരുത്, കേൾക്കാത്ത, കാണാത്ത, താങ്കൾക്ക് പ്രയോജനം ചെയ്യാത്ത വിഗ്രഹങ്ങൾ താങ്കൾ ആരാധിക്കരുത്. പ്രിയപ്പെട്ട പിതാവേ, താങ്കൾ പിശാചിനെ ആരാധിക്കരുത്, ഇങ്ങനെ വഴിപ്പെടരുത്. ഇങ്ങനെ അദ്ദേഹം ആവർത്തിച്ചുകൊണ്ട് പറയുന്ന കാര്യം അതേ രൂപത്തിൽ വിശുദ്ധ
വിശുദ്ധ ഖുർആൻ നമുക്ക് ആവർത്തിച്ച് പഠിപ്പിച്ചാണ്. എന്തുകൊണ്ടാണത്? അതിന്റെ ആ പ്രാധാന്യത നമുക്ക് മനസ്സിലാക്കി തരാണ്. അങ്ങനെ പിതാവിൽ നിന്ന് ഇബ്രാഹിം നബിക്ക് കിട്ടിയ സംസ്കാരം അതായിരുന്നില്ല. ഈ രൂപത്തിൽ അങ്ങേറ്റത്തെ ഭവ്യതയോടുകൂടി, ആദരവോടുകൂടി, സ്നേഹത്തോടുകൂടി പിതാവിനെ അഭിസംബോധന ചെയ്തപ്പോ ആ പിതാവ് തിരിച്ചു പറഞ്ഞതിൽ അർജുമന്നക്, നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലുന്നായിരുന്നു. അപ്പോഴും ഇബ്രാഹിം നബി ആ സൗമ്യത കൈവടിയുന്നില്ല. ഇബ്രാഹിം നബി തന്നെ മാന്യത കൈവടിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക്, താങ്കൾക്ക് രക്ഷ ഉണ്ടാകട്ടെ, താങ്കൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഇബ്രാഹിം നബി മാറാം. ഇതൊരു സംസ്കാരമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിൽ നിന്ന് സംസ്കാര ശൂന്യത എടുക്കുന്നതിന് പകരം പുതിയൊരു സംസ്കാരം അദ്ദേഹം അവിടെ കൊണ്ടുവരാണ്. ആ ഒരു സംസ്കാരം തന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആ പിതാവിൽ നിന്ന് ഒപ്പിയെടുത്തതാണ് യാ അബതി ഇഫ്അൽ മാ തുഅ്മർ എന്നതിലൂടെ നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ആ രംഗത്തിന് ഇസ്മായിൽ നബി സാക്ഷിയായിട്ടില്ലെങ്കിൽ കൂടി ആ ഒരു സംസ്കാരം ഇസ്മായിൽ നബിയിലേക്ക് പകരുകയാണ്. ഈ സംസ്കാരം എന്ന് പറഞ്ഞ ഈ അർത്ഥത്തിൽ പകർത്തപ്പെടാനുള്ളതാണ്, പകരുന്നതാണ്. ഈ സംസ്കാരം, നമ്മുടെ സംസ്കാരം തീർച്ചയായിട്ടും നമ്മൾ പകർത്തിയിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ മക്കൾ അത് ഒപ്പിയെടുക്കുന്നുണ്ട്. നമ്മുടെ സ്നേഹമാകട്ടെ, ആദരവാകട്ടെ, പരിഗണനയാകട്ടെ, നീതിബോധമാകട്ടെ, മറ്റുള്ളവരോട് ആത്മാർത്ഥതയാകട്ടെ, ബഹുമാനമായി, ഇത് ഈ അർത്ഥത്തിൽ ഏത് സംസ്കാരങ്ങൾ എടുത്തു നോക്കിയാലും, സ്വഭാവ ഗുണങ്ങൾ എടുത്തു നോക്കിയാലും അതൊക്കെയും നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് പകർത്തിയെടുക്കുന്നുണ്ട്, ഒപ്പിയെടുക്കുന്നുണ്ട്. നമ്മൾ മക്കളിലേക്ക്, വരും തലമുറകളിലേക്ക് നമ്മളത് പകർത്തി നൽകുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പറഞ്ഞു വന്നത് അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നതിനെ കുറിച്ചാണ്. അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് മാത്രമല്ല, അവരെ പരിഗണിക്കാന്ന് മാത്രമല്ല, ആ അഭിപ്രായങ്ങളെ സ്വീകരിക്കാനുള്ള വിശാല മനസ്കത കൂടി നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നതും വിശുദ്ധ ഖുർആനിന്റെ ഒരു പാഠം തന്നെയാണ്. അള്ളാഹു അതിന്റെ മാതൃകയും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ മക്കളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത് എന്ന ഒരു വലിയ പാഠം അള്ളാഹു നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. മൂസ അലൈഹിസ്സലാം പ്രാണരക്ഷാർത്ഥം മദീനയിലേക്ക് രക്ഷപ്പെട്ട സാഹചര്യത്തിൽ അവിടെ 2 സ്ത്രീകൾ പ്രയാസം അനുഭവിക്കുന്നത് കാണുകയും അവരെ സഹായിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ ആ സ്ത്രീകളിൽ ഒരാൾ ഫജാഅത്ഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാഇൻ, അങ്ങേയറ്റത്തെ ലജ്ജയോടുകൂടി ഇബ്രാഹിം നബി, മൂസ നബിയുടെ അടുക്കലേക്ക് വരാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്ന അബി യദഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, താങ്കൾ ഞങ്ങളെ വെള്ളം കുടിപ്പിച്ചതിന്റെ, ഞങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം നൽകാൻ ഞങ്ങളുടെ പിതാവ് താങ്കളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവരുടെ പിതാവ് ഷേഖൻ കബീർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച വളരെ വൃദ്ധനായ ഒരു പിതാവായിരുന്നു. തഫ്സീറുകളിലൊക്കെയും അത് വലിയൊരു സാലിഹായ മനുഷ്യനായിരുന്നു. ചില തഫ്സീറുകളിൽ അത് ശുഐബ് നബി അലൈഹി ഇസ്ലാമി ആയിരുന്നു എന്ന് വരെ കാണാൻ കഴിയും. അപ്പൊ ആ പിതാവ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠം, പുറത്തുനിന്ന് അനുഭവിച്ച ഈ അനുഭവങ്ങൾ ഈ പെൺമക്കള് ആ പിതാവിനോട് പോയിട്ട് പങ്കുവെച്ചു എന്നുള്ളതാണ്. ആ പങ്കുവെച്ചു എന്ന് മാത്രമല്ല, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ അനുഭവങ്ങൾ ഈ പിതാവ് കേൾക്കുകയും അതിനോട് ഏറ്റവും നല്ല രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. നമ്മുടെ മക്കളും പല അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കാറുണ്ട്. പക്ഷെ ചെറിയ മക്കളാണ് പലപ്പോഴും അനുഭവങ്ങൾ പങ്കുവെക്കുക. എന്നാൽ ഈ യുവതികൾ അവരുടെ പടുവൃദ്ധനായ പിതാവിനോട് പോയിട്ട് പുറത്തുനിന്ന് അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ അവർ തമ്മിലുള്ള ആ ബന്ധം എത്രമാത്രമായിരുന്നു നമ്മൾ തിരിച്ചറിയണം. എന്ന് മാത്രമല്ല, ആ പിതാവ് പ്രതികരിക്കുകയാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ ആ ആളൊന്ന് വിളിച്ചുകൊണ്ടുവരിക, അവർക്ക് വലിയ സ്ഥാനം നൽകുക, ഒന്ന് വിളിച്ചുകൊണ്ടുവരിക, നമുക്കൊന്ന് സംസാരിക്കാലോ. അങ്ങനെ അവരെ വിളിച്ചു കൊണ്ടുവരാണ് വീട്ടിലേക്ക്. ആ സമയത്ത് ഒരു പെൺകുട്ടി ഒരു അഭിപ്രായം കൂടി അവിടെ പറയാണ്, യാ അബതിസ്തജിർഹു, പിതാവേ താങ്കൾക്ക് അവരെ, ഈ യുവാവിനെ ഇവിടെ ജോലിക്കായി നിയമിച്ചുകൂടെ? ഇന്ന ഖൈറ മൻ ഇസ്തജർതൽ ഖവിയുൽ അമീൻ, കാരണം അദ്ദേഹം ശക്തനാണ്, അദ്ദേഹം വിശ്വസ്തനാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്കിവിടെ നിയമിച്ചാലോ എന്ന് പറഞ്ഞപ്പോ മൂസയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആ പിതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദബ്നതയ്യ ഹാതൈൻ, എന്റെ ഈ 2 പെൺമക്കളിൽ ഒരാളെ താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ സമ്മതം മൂസ അലൈഹി ഇസ്ലാമിയോട് ആ പിതാവ് ചോദിക്കുകയാണ്. അഥവാ ആ കുട്ടിയുടെ, തന്റെ മകളുടെ വാക്കുകളിലൂടെ ആ മനസ്സിലുള്ളത് ആ പിതാവ് വായിച്ചെടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്റെ മകൾക്ക് ഈ യുവാവിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, എന്റെ മകൾക്ക് ഈ യുവാവിനോട് ഒരു ആകർഷണീയത തോന്നിയിട്ടുണ്ട്, വിശ്വസ്തനായ ശക്തനായ ഈ യുവാവിനെ എന്റെ മകളുടെ ഭർത്താവായി സ്വീകരിക്കുന്നതിൽ എനിക്ക് യാതൊരു തടസ്സവും ഇല്ല. അദ്ദേഹം കുടുംബമില്ലാത്തവനാണ്, അദ്ദേഹം നാടില്ലാത്തവരാണ്, അദ്ദേഹത്തിന് ഇവിടെ യാതൊരു കുടുംബക്കാരും ഇല്ല, അദ്ദേഹത്തിന് ജോലിയില്ല, സമ്പത്തില്ല. പക്ഷേ എന്റെ മകളുടെ ആഗ്രഹം, അത് തീർച്ചയായിട്ടും ധാർമ്മികമായിട്ട് അതിന് യാതൊരു വിരുദ്ധതയും ഇല്ലാത്തപ്പോ, വിശ്വസ്തനും സത്യസന്ധനുമായപ്പോ, ശക്തനായപ്പോ ആ പിതാവ് ആ മകളുടെ മനസ്സിലുള്ളത് വായിച്ചുകൊണ്ട് ആ അഭിപ്രായത്തെ പരിഗണിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു നൽകുമ്പോൾ എത്രമാത്രം മക്കളുടെ ആഗ്രഹങ്ങളെ മക്കൾ മനസ്സിലാക്കണം, മക്കളെ പരിഗണിക്കണം, മക്കളുടെ അഭിപ്രായങ്ങൾക്ക് ഏത് രൂപത്തിൽ പരിഗണന നൽകണം എന്നൊക്കെയുള്ള വലിയ പാഠങ്ങൾ, ഒരുപാട് പാഠങ്ങൾ ഇത്തരം ചരിത്രങ്ങളിലൂടെ അള്ളാഹു നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. ഈ രൂപത്തിൽ അവരെ പരിഗണിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവരെ ഏറ്റവും ആദ്യം കേൾക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. മനസാന്നിധ്യത്തോടുകൂടി സമയം കൊടുത്തുകൊണ്ട് അവർക്ക് ചെവി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തിൽ അതാണല്ലോ നമ്മൾ കണ്ടത്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ മുന്നിൽ
മുന്നിലേക്ക് ചെറിയ പിഞ്ചു മകൻ വന്നിട്ട് പറയാണ്, യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട പിതാവെ, ഇന്നി റഅയ്തു, അങ്ങനെ അദ്ദേഹത്തെ സ്വപ്നം വിശദീകരിക്കാൻ, ഞാനൊരു സ്വപ്നം കണ്ടു ഇന്ന് രാത്രി. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട പറയാം, യാ അബത്ത് എന്നാണ് യൂസുഫ് നബിയും പ്രയോഗിക്കുന്നത്. എവിടുന്ന് യൂസുഫ് നബിക്ക് ആ സംസ്കാരം കിട്ടിയെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ പിതാവായ യാക്കൂബിൽ നിന്ന് കിട്ടി. യാക്കൂബിൽ എവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പിതാവായ ഇസ്ഹാഖിൽ നിന്നാണ് കിട്ടിയത്. ഇസ്ഹാഖിന് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ഇബ്രാഹിം നബിയിലേക്കാണ് എത്തിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവായ ഇബ്രാഹിം നബിയിൽ നിന്നാണ് സംസ്കാരം അദ്ദേഹം ഒപ്പിയെടുക്കുന്നത്. ഈ സംസ്കാരങ്ങൾ ഇങ്ങനെ കാലങ്ങളോളം നമ്മുടെ തലമുറകളിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കും, കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ഒരു സ്വപ്നം തന്റെ കുഞ്ഞിങ്ങനെ പറഞ്ഞപ്പോ ആ യാക്കൂബ് അലൈഹി ഇസ്ലാം ഒരു സ്വപ്നമാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞ് തള്ളുകയല്ല. എന്തൊരു വലിയ പരിഗണനയായിരുന്നു. യാക്കൂബ് അലൈഹി ഇസ്ലാം അങ്ങേയറ്റത്തെ മനസാന്നിധ്യത്തോടു കൂടി അവിടെ അദ്ദേഹത്തിന് ആ കുഞ്ഞിന് ചെവി കൊടുക്കാണ്, കേൾക്കാൻ തയ്യാറാവുകയാണ്. എന്നിട്ട് പറയാണ്, മകനെ, നീ കണ്ടത് ചെറിയ സ്വപ്നമല്ല, നീ കണ്ടത് വലിയൊരു സ്വപ്നമാണ്. നീ കണ്ടിരിക്കുന്നത് നിന്നെ അള്ളാഹു തിരഞ്ഞെടുക്കാൻ പോവാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ആ ചെറിയ പിഞ്ചു മനസ്സിലേക്ക് അദ്ദേഹം അത് ഊട്ടിയുറപ്പിക്കാണ്. ഇപ്പോഴേ വലിയൊരാളാവാൻ നീ പോവുകയാണ് എന്ന് മാത്രവുമല്ല, നിന്നിലൂടെ യാക്കൂബ് കുടുംബത്തിന്, നമ്മുടെ കുടുംബത്തിന് അള്ളാഹുവിനെ അമ്മത്ത് പൂർത്തീകരിക്കാൻ, അള്ളാഹു അനുഗ്രഹിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് മോൻ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഇത് നിന്റെ സഹോദരങ്ങളോട് പോയി പറയരുത്. കാരണം അവരൊരു പക്ഷേ നിനക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചേക്കാം. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇളം മനസ്സിൽ തന്റെ സഹോദരങ്ങളോടൊരു വിദ്വേഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അത് പറഞ്ഞ ഉടനെ മറ്റൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. മകനെ, നിന്നോട് ഞാൻ ഈ ഒരു ഉപദേശം നൽകുന്നത് ഒരിക്കലും നിന്റെ സഹോദരങ്ങൾ മോശക്കാരായതുകൊണ്ടല്ല, മറിച്ച് പിശാജ് മനുഷ്യന്റെ ശത്രുവായതുകൊണ്ടാണ്. ആ പിശാജ് നിന്റെ സഹോദരങ്ങളെ നിനക്കെതിരിൽ കുതന്ത്രം പ്രയോഗിക്കാൻ പ്രേരിപ്പിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ഒരു ഉപദേശം ഞാൻ നിനക്ക് നൽകുന്നത് എന്ന് പറയുന്നത് കാണാം. പിന്നീട് അദ്ദേഹത്തിന്റെ കൈപ്പേറിയ എല്ലാ അനുഭവങ്ങളും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയെ പിടിച്ചു നിർത്തുന്നത് അന്ന് ആ പിതാവ് ആ പിഞ്ചു മനസ്സിലേക്ക് കൊടുത്ത ആ ഉപദേശങ്ങളായിരുന്നു എന്ന് സൂറ യൂസുഫ് വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ സ്വപ്നം പുലരുമ്പോൾ തന്റെ മാതാപിതാക്കളൊക്കെയും തന്റെ മുന്നിലേക്ക് എത്തിയപ്പോ, സഹോദരങ്ങളൊക്കെയും തന്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ അന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തനിക്ക് നൽകിയ, പിതാവായ യാക്കൂബ് ചെറിയ പിഞ്ചു കുട്ടിയായിരിക്കെ തനിക്ക് നൽകിയ ഉപദേശം പൂർണ്ണാർത്ഥത്തിൽ അദ്ദേഹം സ്മരിക്കുന്നത്, ഓർക്കുന്നത് സൂറ യൂസുഫിന്റെ 100-ാമത്തെ വചനത്തിൽ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. സമയപരിമിതി മൂലം അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ട പരിഗണന നൽകുക, അവരോട് കൂടിയാലോചിക്കുക, അവരെ നമ്മൾ ആദരിക്കുക, അവരോട് പക്വമായ രൂപത്തിൽ അവരോട് നമ്മൾ പെരുമാറുക, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ചെറിയ ഒരു പ്രായത്തിൽ മക്കൾ പലപ്പോഴും നമ്മൾ കേൾക്കണം, അവരെ നമ്മൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രായമുണ്ട്. നമ്മളോട് പല കാര്യങ്ങളും പങ്കുവെക്കണം എന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു പ്രായമുണ്ട്. പക്ഷെ ആ പ്രായത്തിൽ പലപ്പോഴും ന്യായമായ കാരണങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ അവരെ അവഗണിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അതിനൊരു ബദൽ സംവിധാനങ്ങൾ കാണും. നമ്മൾ അവരെ പരിഗണിക്കുന്ന ഇടങ്ങൾ അവർ കണ്ടെത്തും, അവരെ കേൾക്കുന്ന ഇടങ്ങളിൽ ചിലതുണ്ട് എന്നവർ കണ്ടെത്തും. ഒരുപക്ഷെ അവരുദ്ദേശിച്ച പരിഗണന ചില ഇമോജികളുടെ രൂപത്തിലായിരിക്കും അവരിലേക്ക് എത്തുക. ചില സോഷ്യൽ മീഡിയയിലെ ഇടങ്ങളിലായിരിക്കും അവർ തങ്ങളെ പരിഗണിക്കുന്ന ആളുകളെ കണ്ടെത്തുക. അങ്ങനെ അവർ മാതാപിതാക്കളിൽ നിന്ന് കുറച്ച് അകന്ന് മറ്റിതര സുഹൃത്ത് വലയങ്ങളിലും മറ്റിതര ബന്ധങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങും. പക്ഷെ കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ ഈ മാതാപിതാക്കൾ നേരെ തിരിച്ചാഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തും. അവർ യുവതികളും കൗമാരക്കാരുമാകുമ്പോൾ, ഈ യുവാക്കളുമാകുമ്പോൾ ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കും, എന്റെ മക്കളൊന്ന് എന്നെ കേൾക്കണമായിരുന്നു, എന്റെ മക്കൾ കുറച്ച് എന്നോട് സംസാരിക്കണമായിരുന്നു, എന്റെ മക്കളുടെ സാന്നിധ്യം എനിക്ക് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ മാതാപിതാക്കൾ ആഗ്രഹിക്കും. പക്ഷെ അപ്പോഴേക്ക് തിരിച്ചു ലഭിക്കാത്ത രൂപത്തിൽ അവർ നമ്മൾ നകന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവർ നമ്മളെ ആഗ്രഹിക്കുന്ന ആ പ്രായത്തിൽ തന്നെയും നമ്മൾ നമ്മുടെ സാന്നിധ്യം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമയിൽ യാക്കൂബിന്റെ ആ ഒരു ഉപദേശങ്ങൾ യൂസുഫ് ഏത് രൂപത്തിലാണോ ജീവിതത്തിലുടനീളം കൊണ്ടു നടന്നത്, ആ രൂപത്തിൽ നമ്മുടെ ഉപദേശങ്ങളും നമ്മുടെ മക്കൾ ഉൾക്കൊള്ളണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ യാക്കൂബ് അലൈഹി ഇസ്ലാം യൂസുഫിന് നൽകിയ പരിഗണന പലപ്പോഴും നമ്മുടെ മക്കൾക്ക് നൽകാറില്ല. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തന്നെ ആ മകന് നൽകിയ മനസാന്നിധ്യം അത് ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും നൽകാറില്ല. അദ്ദേഹം ആ യൂസുഫിന് കൊടുത്ത ഒരു പരിഗണനയുണ്ട്, ആ പരിഗണന പലപ്പോഴും നമ്മൾ കൊടുക്കാൻ തയ്യാറാകാറില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം അവർക്ക് നൽകേണ്ടത് നൽകാൻ തയ്യാറാവുക. അപ്പോഴാണ് നമുക്ക് തിരിച്ചു ലഭിക്കാം. അത് ഒരു കാര്യം കൂടി ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ഘട്ടം എന്നുള്ളത് പലപ്പോഴും നമ്മുടെ മക്കളുടെ ഭാവി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പൊ അവരോടുള്ള കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കടമയാണ്
അള്ളാഹുവിനെ തിരിച്ചറിയുന്ന, പ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്കുന്ന, ദീൻ എന്താണെന്ന് തിരിച്ചറിയുന്ന മക്കളാക്കി അവരെ വളർത്താൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്. അതിന് ദീനി വിദ്യാഭ്യാസങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന, മുൻഗണന നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമ്മുടെ പരിഗണനയിൽ എപ്പോഴും നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ എൻറോൾ ചെയ്യാൻ, റെഫർ ചെയ്യാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഇനി ആ രൂപത്തിൽ, വ്യവസ്ഥാപിതമായ രൂപത്തിൽ ഒരു മതപഠനം നമ്മുടെ മക്കൾക്ക് സാധ്യമാകുന്നില്ല എന്നാണെങ്കിൽ ഒഴിവ് സമയങ്ങളിലെങ്കിലും അവർക്ക് അതിന് പകരമായിട്ടുള്ള സംരംഭങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക, ഇസ്ലാമിക സാഹിത്യങ്ങളെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക, അത്തരം കണ്ടന്റുകൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മൾ ഒരുപക്ഷെ വിചാരിക്കാം, എന്തിനാണ് ഇത്രമാത്രമൊക്കെ പരിഗണന മക്കളുടെ വിഷയത്തിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് ഓർത്താൽ അതിനുള്ള മറുപടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം, ഇദാ മാത ഇബ്നു ആദം, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും അവരിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. ഒരു കർമ്മവും അവനക്ക് പിന്നെ ചെയ്യാൻ സാധിക്കുകയില്ല, ഒരു നന്മയും അവന് കൂടുതലായി ചെയ്യാൻ സാധിക്കുകയില്ല, 3 കാര്യങ്ങൾ ഒഴികെ. ഒന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ജാരിയായ സദഖകളാണ്. ഈ ലോകത്ത് നമ്മൾ മരിക്കും ഉപേക്ഷിച്ചു പോകുന്ന ജാരിയായ സദഖകളാണ്. രണ്ടാമത്തേത് നമ്മളിവിടെ ബാക്കിയാക്കി പോകുന്ന വിജ്ഞാനമാണ്, അറിവാണ്. മൂന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. അപ്പൊ അത്തരം മക്കളെ നമ്മൾ ഈ ലോകത്ത് ബാക്കിയാക്കി പോകുമ്പോൾ അവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്ന ഏറ്റവും വലിയ അസറ്റുകൾ, ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാൻ കഴിയും, നാളെ സ്വർഗത്തിൽ ചില ആളുകളുടെ ദറജകൾ ഇങ്ങനെ ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർ അള്ളാഹുവിനോട് ചോദിക്കും, അന്നാ ലനാ ഹാദാ, ഇത് ഞങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്, ഞങ്ങൾ ഇത്രയും നന്മകൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അവരോട് അള്ളാഹു പറയും, എത്രേ, ഇത് ഇസ്തിഗ്ഫാറു വലദിക ലക്, നിനക്ക് വേണ്ടി നിന്റെ മക്കളിൽ ചെയ്ത ഇസ്തിഗ്ഫാറുകളാണ് ഈ അർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ ദറജകൾ ഉയർത്തപ്പെടാൻ നിങ്ങൾക്ക് കാരണമായിട്ട് മാറിയത് എന്ന് പറയപ്പെടും. അതുകൊണ്ട് മക്കൾ നമുക്ക് ഏറ്റവും വലിയ അസറ്റുകളാണ്. നമ്മുടെ പരലോക വിജയത്തിന്റെ ഏറ്റവും വലിയ കാരണക്കാരായി മാറ്റാൻ സാധിക്കുന്ന വലിയൊരു സമ്പാദ്യമാണ് നമ്മൾ തിരിച്ചറിയുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോടുള്ള കടമകൾ നിറവേറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കുമാറാകട്ടെ. അവർക്ക് മാതൃകാപരമായ ഒരു ജീവിതം കാഴ്ചവെക്കുന്ന നല്ല മാതാപിതാക്കളായി നാം ഓരോരുത്തരെയും അവൻ മാറ്റുമാറാകട്ടെ. നമ്മുടെ നന്മകളിൽ നമ്മെ പിൻപറ്റുന്ന സാലിഹ്യങ്ങളായ മക്കളാക്കി അല്ലാഹു അവരെ മാറ്റുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.